ആദ്യമായി ഹിന്ദി ഭാഷയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച കുവൈറ്റ് എല്ലാ ഞായറാഴ്ചകളിലും FM 93.3, AM 96.3 എന്നീ ചാനലുകളിൽ കുവൈറ്റിൽ ഹിന്ദി ഭാഷയിലുള്ള പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും. പ്രക്ഷേപണം ആരംഭിച്ചതിന് കുവൈറ്റ് ഇൻഫർമേഷൻ മന്ത്രാലയത്തെ കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അഭിനന്ദിച്ചു. പ്രക്ഷേപണ നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അഭിപ്രായപ്പെട്ടു. ഫോക്സിൽ സൂപ്പർ ക്രോസ് 2024 റേസിംഗ് മത്സരത്തിനിടെയുണ്ടായ അപകടത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ശ്രീലങ്കയിലെ ദിയതലാവയിൽ നടന്ന മത്സരത്തിൽ ട്രാക്കിൽ നിന്ന് റേസിംഗ് കാർ തെന്നിമാറി കാണികളുടെ നേർക്ക് പതിക്കുകയായിരുന്നു. മരിച്ചവരിൽ 8 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നു. 20ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ്ഗിരി മഹാരാജനും സംഘത്തിനും സ്വീകരണമൊരുക്കി ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ഝാ. ഇന്നലെ ശ്രീലങ്കയിലെ ഇന്ത്യ ഹൌസിലാണ് സ്വീകരണം ഒരുക്കിയത്. ശ്രീലങ്കയിലെ രാമായണ പാതയുടെ വികസനത്തിന് ഇന്ത്യയെ പിന്തുണയ്ക്കാനുള്ള മാർഗങ്ങൾ സ്വീകരണത്തിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. നേരത്തെ രാമായണ ട്രയൽ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സന്തോഷ് ഝാ പങ്കെടുത്തിരുന്നു. ഗാസയിൽ നിന്നും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ യുദ്ധമന്ത്രിസഭ ചർച്ച ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം യുദ്ധമന്ത്രിസഭയിൽ 4 അംഗങ്ങളാണുള്ളത്. 133 ഇസ്രായേലി പൗരന്മാരെ ഇപ്പോഴും ഹമാസ് ബന്ദിയാക്കിയിരിക്കുകയാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞു. ബന്ദി ഇടപാടിനുള്ള നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിച്ചതായും നെതന്യാഹു ആരോപിച്ചു. ചൈനയിലെ ഗ്വാങ്ഡോങ് പ്രവിശ്യയിൽ കനത്ത മഴ തുടരുന്നു. മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക അടിയന്തര പ്രതികരണ മുന്നറിയിപ്പ് ലെവൽ 3ലേക്ക് ഉയർത്തി. മഴ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബീജിയാങ് നദി ഉൾപ്പെടെയുള്ള നിരവധി നദികളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കാലാവസ്ഥ രൂക്ഷമായ സാഹചര്യത്തിൽ ചൈനയുടെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഇന്നലെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു.